ദൈവം കാത്തുകൊള്ളുക, ആത്മാക്കളെ ദൈവം കാത്തുകൊള്ളുക. കാത്തുകൊള്ളുക, ദൈവം കാത്തുകൊള്ളുക. രക്ഷകളോരോന്നും സ്വീകരിച്ചു, കാത്തുകൊള്ളുക, ദൈവം കാത്തുകൊള്ളുക. നിത്യം കാത്തുകൊള്ളുക. കാത്തുകൊള്ളുക, കാരുണ്യവാരിധേ കാത്തുകൊള്ളുക. അഖില ലോകേശ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു, അഖില ലോകേശ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു. അഖില ദോഷങ്ങളെയും ഒഴിവാക്കി രക്ഷിക്കണേ, അഖില ദോഷങ്ങളെയും ഒഴിവാക്കി രക്ഷിക്കണേ. അഖില ലോകേശ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു, അഖില ലോകേശ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു. അഖില ദോഷങ്ങളെയും ഒഴിവാക്കി രക്ഷിക്കണേ, അഖില ദോഷങ്ങളെയും ഒഴിവാക്കി രക്ഷിക്കണേ. അഖില ലോകേശ്വരന്റെ അനുഗ്രഹം സിദ്ധിക്കുവാൻ, അഖില ലോകേശ്വരന്റെ അനുഗ്രഹം സിദ്ധിക്കുവാൻ, അഖില ലോകേശ്വരന്റെ അനുഗ്രഹം സിദ്ധിക്കുവാൻ, അഖില ലോകേശ്വരന്റെ അനുഗ്രഹം സിദ്ധിക്കുവാൻ. അഖിലാത്മനാഥ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു, അഖിലാത്മനാഥ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു, അഖിലാത്മനാഥ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നു, അഖിലാത്മനാഥ മഹാശക്തിയുടെ തിരു നിയമപ്രകാരം നമ്മൾ വീണ്ടും ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ലോകത്തിൽ പാലിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ലോകത്തിൽ പുലർത്തുവാൻ, ദൈവകർമ്മം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യജന്മങ്ങൾ ദൈവത്തെ അറിയാതെ, ദൈവകർമ്മങ്ങൾ അറിയാതെ, ദൈവചിന്തയില്ലാതെ ലോകത്തിൽ ജീവിതം ചെയ്തപ്പോൾ ഉണ്ടായ ദുരിതാവസ്ഥ, ദുഃഖാവസ്ഥ, നരകാവസ്ഥ അത് തീർത്ത് രക്ഷിക്കുവാൻ ദൈവം അവതാരമായി വന്ന് ദൈവഹിതങ്ങൾ വെളിപ്പെടുത്തി അപ്രകാരം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന ഉന്നതമായ നിയമമാണ് ഈ ഞായറാഴ്ച ആരാധന. ഇപ്പോൾ അതേ നിലയിൽ തന്നെ
ദൈവകാരുണ്യവും അനുഗ്രഹവും ഭക്തലോകത്തിന് വേഗത്തിൽ സിദ്ധിക്കുവാൻ തക്ക വിധത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ള 12 വെള്ളിയാഴ്ച വ്രതത്തിന്റെ കാലയളവ് കൂടിയാണ്. 10 വെള്ളിയാഴ്ചകൾ അതിമനോഹരമായ നിലയിൽ ആചരിച്ച് നമ്മൾ അതിൻ്റെ സമാപന ചടങ്ങുകളെ കുറിച്ച് ചിന്തിച്ച് എപ്രകാരമൊക്കെ ആയിരിക്കണം, എപ്രകാരം എത്തിച്ചേരണം, എന്തെല്ലാം ഒരുക്കണം എന്നൊക്കെ ചിന്തിച്ച് അതിൻ്റെ സമാപന ചടങ്ങുകൾക്ക് വേണ്ടി ആർത്തിപ്പെട്ട് ഭക്തഹൃദയങ്ങൾ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എന്തുകൊണ്ടും വിശിഷ്ടമായ ഒരു സന്ദർഭം. എന്നാൽ ലോകത്തിൽ ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു മഹാമാരിയും അതുമൂലം ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ നിയമങ്ങളും എല്ലാവിധത്തിലും പ്രതിബന്ധമായി നിലകൊള്ളുകയാണ്. നാളെ നമുക്ക് കർത്തവാവ് വ്രതാചരണമാണ്. ശുഭാനന്ദ ആദർശത്തിന്റെ ഒരു ഇരുണ്ട കാലയളവിൽ ദൈവശക്തി ധീരനായി നിന്നുകൊണ്ട് തന്റെ കർമ്മങ്ങൾ പുലർത്തി തന്റെ സന്താനങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ വേണ്ടി പുതിയ സ്ഥാപനം ഉണ്ടാക്കി അതിലേക്ക് ഉൾപ്രവേശിച്ചിരുന്നു കൊണ്ട് ലോകാന്ത്യം വരെ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ച് ദാനം ചെയ്ത കർത്തവാവ് വ്രതാചരണം ഒരു ദുരിത പർവ്വത്തിൽ നിന്ന് സുഖപർവ്വത്തിലേക്ക് ഉയർത്തിയ ഉന്നതമായ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്ന വ്രതാചരണം. ഈ സന്ദർഭം തന്നെ നമുക്കും ഏറ്റവും പ്രയോജനകരമായ നിലയിൽ അനുഭവമാകണമേ എന്നാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 മാസങ്ങളായി ഓരോ ഹൃദയങ്ങളും അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഒത്തുകൂടാൻ കഴിയാത്ത അവസ്ഥ, ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥ, ആനന്ദിക്കാൻ കഴിയാത്ത അവസ്ഥ, എല്ലാവർക്കും ദൈവത്തെ സൂക്ഷ്മാവസ്ഥയിൽ കണ്ടുകൊണ്ട് ആരാധിക്കാൻ കഴിവുള്ളവരൊന്നുമല്ല. ലോക ജീവിതത്തിൽ പലവിധ പോരായ്മകളിലൂടെ കഴിയുന്നവർ അതിന് പരിഹാരം കാണുന്നത് എപ്പോഴും സ്ഥൂലാവസ്ഥയിൽ ശരീരപ്രകാരം ഇരിക്കുന്ന ഗുരുവിനെ വന്ന് കണ്ട് സങ്കടങ്ങൾ അറിയിച്ച് അവിടെ നിന്ന് പരിഹാരം നേടിയാണ് ആനന്ദിക്കുന്നത്. അതാണ് അവരുടെ ആനന്ദം. നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെ തന്നെയുള്ളവരാണ് ഇന്നും. എന്നാൽ അതിന്റെ യഥാർത്ഥ അവസ്ഥ എവിടെയും എങ്ങും സ്ഥിതി ചെയ്യുന്ന അഖില ലോകേശ്വരനെ അവതാരിൽ കണ്ടുകൊണ്ട് ആനന്ദിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും ലോക ജീവിതത്തിൽ മനുഷ്യജന്മങ്ങൾക്ക് അത്രയൊന്നും പ്രാപ്തി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തുചേരലുകൾ തന്നെയാണ് നമുക്ക് എന്നും ആനന്ദം. ആരാധിച്ച് ആനന്ദിക്കുന്നത് തന്നെയാണ് നമുക്ക് ആനന്ദം. ഈശ്വരൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെന്ന് ശരീരപ്രകാരം കണ്ട് ആ സുഖത്തിൽ ചേർന്നിരുന്നു കൊണ്ട് ആനന്ദിക്കുന്നത് തന്നെയാണ് മനുഷ്യജന്മങ്ങൾക്ക് ഇപ്പോഴും ആനന്ദം. അതിന് കഴിയാതെ എന്തെല്ലാം വിധത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഓരോരുത്തരും സ്വയം വഹിച്ച് നീറി ഓരോ ഭവനങ്ങളിൽ കഴിയുന്നു. ആ അവസ്ഥ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് മാറിക്കിട്ടുവാൻ, നാളത്തെ പ്രഭാതം മുതൽ ഒരു പുതിയ അവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെടുവാൻ ദൈവശക്തിയുടെ മഹാകാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പുണ്യമായ നിലയിൽ ഇന്നത്തെ ആരാധനയും നാളത്തെ നമ്മുടെ വ്രതാചരണവും നടത്താം. ജഗദീശ്വരനെ സ്വീകരിച്ച് ഏറ്റവും വേഗത്തിൽ സ്വാതന്ത്ര്യമായി നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യുവാൻ, മഹൽ കർമ്മങ്ങളെല്ലാം, മംഗളകർമ്മങ്ങളെല്ലാം ദൈവശക്തിയുടെ പ്രത്യേക കാരുണ്യത്തിലും കാർമ്മികത്വത്തിലും നടത്തുന്നിടത്ത് ചേർന്നിരുന്ന് നടത്തുവാൻ ദൈവശക്തി അനുവദിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ആരാധനയിൽ ദൈവശക്തിയുടെ കാരുണ്യം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ മഹാശക്തി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉന്നതമായ അവസ്ഥകൾ, ഉന്നതമായ ശക്തിവിശേഷങ്ങൾ, ജ്ഞാനാഭിഷേകം, ആനന്ദ നടനം, ഇതൊക്കെ അതിൻ്റെതായ വിധത്തിൽ ഹൃദയം ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്നവർക്കെല്ലാം, ഈ സന്നിധാനത്തിനുള്ളിലിരിക്കുന്നവർക്കായാലും വെളിയിലിരിക്കുന്നവർക്കായാലും വിദൂരങ്ങളിലിരിക്കുന്നവർക്കായാലും വിദേശങ്ങളിൽ ഇരിക്കുന്നവർക്കായാലും നമ്മളിവിടെ നടത്തുന്ന ഓരോ കർമ്മങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ അവർക്കെല്ലാം അത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും മുടക്കം കൂടാതെ നടത്തുന്നത് അതിനു വേണ്ടിയാണ്. ലോകത്തിൽ നിന്ന് ഈ ആനന്ദം മാറാതെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ലോകം പഴയതുപോലെ അന്ധകാരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അന്ധകാരത്തെ അകറ്റി ആനന്ദത്തെ നിലനിർത്തുവാൻ ജഗദീശ്വരൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് ഒത്തുചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഈശ്വരൻ എല്ലാം സ്വീകരിക്കും. ഹൃദയങ്ങൾ ഒത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ Hallelujah.
ഈശ്വരനെ ഹൃദയത്തിൽ കാണുവാൻ വേണ്ടി ആർത്തിപ്പെട്ടുകൊണ്ട് ആരാധനയിൽ ശ്രദ്ധിച്ച് ഓരോരുത്തരും ഇരിക്കുക. ഉന്നതമായി ഈശ്വരൻ എഴുന്നള്ളിരുന്നുകൊണ്ട് ഈ ആരാധന നടത്തി നിങ്ങളെ ആനന്ദിപ്പിക്കട്ടെ. പരിശുദ്ധ ജ്ഞാനമാണ് പരന്മാർക്കുള്ള പരമാനന്ദം. ആ പരമാനന്ദം പ്രദാനം ചെയ്യുവാനാണ് പരമഗുരു അവതാരമായി വന്നത്. എന്നാൽ അവതാരമായി വന്ന ലോകത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത് കണ്ടറിഞ്ഞു കൂടെ നിൽക്കുവാൻ ആളുകൾ കുറവായിരുന്നു. ആക്ഷേപിക്കാനും നിന്ദിക്കാനും ദുഷിക്കാനും ആളുകൾ കൂടുതലായിരുന്നു. എന്നാൽ വീരനായി അവതാരം ചെയ്ത താൻ ഒരു കാരണവശാലും പിന്നാക്കമായി മാറിയില്ല. കാരണം എന്താണ്? ലോകരക്ഷ ചെയ്യാൻ വന്നതുകൊണ്ട് ആ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കാതെ തനിക്ക് ലോകം വിട്ടു പോകാൻ നിവൃത്തിയില്ല. ആ തിരുവോധാര ഉദ്ദേശം എന്ന് പറയുന്നത് പരന്മാരെ പരിശുദ്ധരാക്കി പരമാനന്ദത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ പരിശുദ്ധരാക്കുവാനുള്ള പരിശുദ്ധ ജ്ഞാനമാണ് ഓതിഭവിപ്പിച്ചതെല്ലാം. ആ തിരുനാളിൽ കൂടി ഓതി തന്നിട്ടുള്ളതെല്ലാം പരിശുദ്ധമാണ്. അത് കീർത്തനങ്ങളായാലും ഭാഷണങ്ങളായാലും ആ ജ്ഞാനോപദേശമായാലും എന്തു തന്നെ ആ തിരുനാളിൽ കൂടി ലോകത്തിലേക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ അതെല്ലാം പരമാനന്ദത്തിനുള്ള പരിശുദ്ധ ജ്ഞാനങ്ങളായിരുന്നു. കാരണം എന്താണ്? പരിശുദ്ധനാകുന്ന പിതാവ് തന്നെയാണ് ലോകത്തിൽ അവതാരമായി വന്നത്. പരമപരിശുദ്ധമെന്ന് പറയാവുന്നത് പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. ആ പരമാത്മാവ് തന്നെ ലോകത്തിൽ വന്ന് അവതാരമായി നിൽക്കുന്നത് കൊണ്ട് തന്റെ ചിന്തയും തന്റെ വാക്കുകളും തന്റെ കർമ്മങ്ങളും സർവദാ പരിശുദ്ധമാണ്. ആ പരിശുദ്ധ അവസ്ഥ ലോകത്തിൽ നിറവേറ്റുവാൻ ത്യാഗകർമ്മം എത്ര സഹിച്ചു.
ഓ എത്രമാത്രം പട്ടിണി കിടന്നു, എത്ര വർഷം തപസ്സനുഷ്ഠിച്ചു, ഓ എന്തെല്ലാം ദുഃഖദുരിതങ്ങൾ സ്വയം ഏറ്റെടുത്തു. ആ ലോകത്തിൽ വന്ന് ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ, ആ ജീവിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന അറിവാണ് ഗുരു. അതിന് മുൻപ് തന്നെ ആ എല്ലാത്തിന്റെയും അറിവായി നിൽക്കുന്ന മഹൽശക്തിയാണ് ഗുരു. ലോകത്തിലെ നിയമങ്ങൾ പരിപൂർണമായി അറിയാവുന്നത് ഗുരുവിന് മാത്രമാണ്. ആ പരിപൂർണമായ അറിവുള്ള ഗുരുനാഥൻ ലോകത്തിൽ വന്ന് ഇവിടെ നിന്നൊരു ഉപകരണത്തെ സ്വീകരിച്ച് അതിൽ ഉൾപ്രവേശിച്ചിരുന്നു കൊണ്ട് ലോകകർമ്മങ്ങൾ ചെയ്ത് ലോകനെ രക്ഷിക്കാൻ തീരുമാനിച്ചത് തന്നെ ഏറ്റവും വലിയ കാരുണ്യമാണ്. കാരണം ലോകത്തിൽ ദുഃഖ സുഖ സമ്മിശ്രമായിട്ടാണ് ജീവിതം. ആ അങ്ങനെ സമ്മിശ്രമായ ജീവിതമാണ്. ആ സമ്മിശ്രമായ ജീവിതത്തെ പരിപൂർണമായും അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി വന്നത്, ദുഃഖവും ഈ സുഖവും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നത് ഉന്നതനാകുന്ന ഉടമസ്ഥന്റെ ഭാഗാരുണ്യം തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലുതായി നമുക്ക് ചിന്തിക്കാനുള്ളത്. ഉന്നതനായ ജഗദീശൻ ഭൂമിയിൽ അവതാരമായി വന്ന് വാണിടുന്നു. ആ ഉന്നതനാകും ജഗദീശൻ ഭൂമിയിൽ അവതാരമായി വന്നു വാണിടുന്നു. വാണിടുന്നു
തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം. തിരുവോപകാരമായി ലോകത്തിൽ വന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇതെല്ലാം തനിക്കറിയാം. ഇത് ഉണ്ടാക്കിയത് താൻ തന്നെയല്ലേ? ഇതിലെല്ലാം അധിവസിക്കുന്നതും താൻ തന്നെയല്ലേ? ഇതിന്റെ വ്യവസ്ഥകളെല്ലാം താൻ അറിയുന്നില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കഠിന ദുഃഖത്തിലേക്ക്, ഈ നരകത്തിലേക്ക് താണിറങ്ങി വരാൻ തീരുമാനിച്ച ആ മഹാഹൃദയത്തിന് പകരം വെക്കുവാൻ ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ല, 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 ഇതിനൊപ്പം പറയുവാൻ ഒന്നുമില്ല. അതുപോലെ ഇതുപോലെ ഒന്നും പറയാൻ ഒന്നും ഈ ലോകത്തിലില്ല. പിന്നെ പദാർത്ഥമയന്മാരായ മനുഷ്യർക്ക്, ഈ നരകത്തിൽ നരശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണ്ടേ? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപമകൾ പറയുന്നു. അതൊന്നും അതിനോട് തുല്യം ചാർത്താവുന്നതല്ല. കോടാകോടി സൂര്യപ്രഭയേക്കാൾ ശോഭയുള്ള, എങ്ങനെയാണ് അതിനെ സങ്കല്പിക്കുക? എങ്ങനെയാണ് അതിനെ ദർശിക്കുക? ഒരു സൂര്യനെ തന്നെ നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ കോടാനുകോടി സൂര്യനെ എങ്ങനെ നോക്കും? അവിടെയുമല്ല, അതിനേക്കാൾ കോടാകോടി സൂര്യപ്രഭ ഈശ്വരന്റെ തേജസ്സിനും തുല്യമല്ലല്ലോ. അഖിലാണ്ടം നിറഞ്ഞ അഖണ്ഡ ജ്യോതിസായി വാഴുന്ന കോടാകോടി സൂര്യപ്രഭയേക്കാൾ ശോഭയുള്ള ആ രൂപത്തെ എങ്ങനെ വർണ്ണിക്കും? ഒന്നുമില്ല, 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 ഇതിനൊപ്പം പറയുവാൻ ഒന്നുമില്ല. ഇതെല്ലാം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്നതും ഒരു കടലിനെ നമ്മൾ സമീപിച്ചാൽ അനന്തമായി കിടക്കുന്ന കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന കടൽ മഹാസാഗരം എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ എല്ലാ വിശേഷങ്ങളും ഇന്നും കണ്ടുപിടിച്ചു തീർന്നിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ പലവിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, എന്നിട്ടും പൂർണ്ണമായിട്ടില്ല. അത്ര അനന്തമായി കിടക്കുന്ന സാഗരം, അതിലൊരു തുള്ളി പ്രത്യേകമായി ചിന്തിക്കുക. ആ തുള്ളി വിചാരിക്കുകയാണ് ഞാനാണ് കടല് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ശരിയാണ്. കാരണം അത് കടലിലെ തുള്ളിയാണ്, അതുകൊണ്ട് അത് കടലാണ്. എന്നാൽ പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അതുപോലെ ലോകത്തിൽ വന്ന് ജീവിക്കുന്ന സൃഷ്ടിജാലങ്ങൾ ഈ അനന്തമായി കിടക്കുന്ന തന്റെ ബ്രഹ്മജ്ഞാനത്തെ കണ്ടു അല്ലെങ്കിൽ കേട്ടു എന്നൊക്കെ അവകാശപ്പെട്ടാൽ ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണ
എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണമെന്ന് അറിവുള്ളവർ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചത്തിൽ ആ അറിവ് കൊടുക്കുവാൻ അതിന്റെ എല്ലാം ഉടമസ്ഥൻ വന്ന് പ്രത്യക്ഷമായി വാഴുന്നു, ലോകത്തിൽ താൻ വാഴുന്നു. 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 സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് ഉൾക്കാമ്പിൽ അറിയിക്കുന്നു. 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 ഒന്നാണ്. പക്ഷേ ദേഹത്തോടുകൂടി നിൽക്കുമ്പോൾ അത് രണ്ടായി തോന്നുന്നു. അവിടെയാണ് മനുഷ്യജന്മങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. ദേഹത്തോടുകൂടി ജീവിക്കുമ്പോ ഈ ദേഹമില്ലാത്ത അവസ്ഥയെയും ദേഹത്തിനുള്ളിൽ സൂക്ഷ്മമായി നിൽക്കുന്ന ശക്തിയെയും എത്രയെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് മനസ്സിലാവുകയില്ല. കാരണം എന്താണ്? അതിനൊരു പ്രത്യേക വ്യവസ്ഥ തന്നെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യവസ്ഥയിലൂടെ ജീവിതം ചെയ്തെങ്കിലേ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ പരമസത്യത്തെ അറിയാൻ കഴിയും. പക്ഷേ അറിയാൻ കഴിയും, തീർച്ചയായും അറിയാൻ കഴിയും. കാരണം ശരീരത്തോടുകൂടി ദൈവത്തെ ഈ ലോകത്തിൽ കാണുവാൻ കഴിയുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ, മാറി മാറി ശരീരങ്ങളിലൂടെ ഈ ലോക രക്ഷ ചെയ്തുകൊണ്ട് ആത്മബോധോദയ സംഘസ്ഥാപകൻ വാഴുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവമാണെങ്കിൽ, അനുഭവമുള്ളവരാണെങ്കിൽ ആ മാറ്റമില്ലാത്ത ജഗദീശ്വരൻ, മരണമില്ലാത്ത ജഗദീശ്വരൻ, നിഷ്കളങ്ക ജ്ഞാന സ്വരൂപനാകുന്ന ഈശ്വരൻ ഈ ലോകത്തിൽ അവതാരമായി വന്ന് മർത്യകുലങ്ങളുടെ നിത്യരക്ഷയ്ക്കായി വാഴുന്നു എന്നുള്ളത് അനുഭവമാണെങ്കിൽ, ആ അനുഭവമാണെങ്കിൽ ഓരോ ആത്മാവിലും ഈശ്വര രൂപത്തെ ഈ അവതാരം തെളിയിക്കുന്ന അറിവിലൂടെ രൂപപ്പെട്ട് കാണുവാനുള്ള ഭാഗ്യമുണ്ടാകും. അറിവിന്റെ രൂപാന്തരമാണ് ആത്മാവ്. ആത്മരൂപാന്തരമാണ് ഈശ്വര രൂപം. ആ ഈശ്വര രൂപമാണ് നിന്റെ ആത്മാവിൽ കാണുന്നത്. ആ ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ മഹാശക്തിയുടെ തിരുശബ്ദങ്ങളാണ്. ഇത് ലോകത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ലോകത്തിൽ പ്രാവർത്തികമാക്കാൻ
പാടിത്തീർക്കാനുള്ളതല്ല, പറഞ്ഞു തീർക്കാനുള്ളതല്ല. ആത്മാവിൽ ആത്മജ്ഞാനം ഗ്രഹിച്ച് രൂപാന്തരം വരുത്തി ഈശ്വര രൂപമായ ആത്മാവ് തീരണമെന്നുള്ളതാണ് അവതാര ഉദ്ദേശം. അങ്ങനെ ആത്മാവിൽ ഈശ്വര രൂപം പ്രത്യക്ഷമാകുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത്. അപ്പോൾ പരഹൃദയങ്ങളിൽ പരിശുദ്ധ ജ്ഞാനം കൊടുത്ത് പരമാനന്ദം കൊടുക്കുവാൻ വന്ന ആ ജഗദീശ്വരന്റെ അവതാര ഉദ്ദേശം ആത്മജ്ഞാനം ഗ്രഹിച്ച് ആത്മരൂപാന്തരം വരുത്തി ഈശ്വര രൂപമായി നിന്നുകൊണ്ട് ആ അഖിലേശ രൂപത്തെ അകതാരിൽ കണ്ടുകൊണ്ട് ആനന്ദിക്കുമ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അഖിലേശ രൂപമെന്റെ അകതാരിൽ കണ്ടിടുവാൻ അവസരമൊരുക്കിയ അഖിലേശ്വര കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വാചകങ്ങളായും വാക്യങ്ങളായും കവിതകളായി കഥകളായി കീർത്തനങ്ങളായി വലിയ ഖണ്ഡകാവ്യങ്ങളായി ഒക്കെ രൂപപ്പെട്ടു വരും. അനേകം രൂപപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഈശ്വരൻ തന്റെ തിരുഹൃദയം തുറന്ന് തന്റെ ആത്മാക്കളിലേക്ക് പരമാനന്ദം ലഭിക്കുവാൻ തക്ക വിധത്തിൽ ഈ അക്ഷരങ്ങളെ രൂപപ്പെടുത്തി പ്രകാശിപ്പിച്ച് ലോകത്തിലേക്ക് ദാനം ചെയ്യുമ്പോൾ അതിന് ജീവനുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് ആനന്ദമുണ്ട്. അങ്ങനെ നിത്യാനന്ദ സമ്പൂർണ്ണ സദ്ഗുരുവിൻ കാഴ്ചയാണ് നിത്യാനന്ദ സമ്പൂർണ്ണ നിത്യാനന്ദ സമ്പൂർണ്ണ സദ്ഗുരുവിൻ കാഴ്ചയാണ് നിത്യാനന്ദ ദുഃഖമെല്ലാം നീങ്ങി എന്നിൽ സ്വർഗ സുഖം കാണുന്നു. ദുഃഖമെല്ലാം നീങ്ങി എന്നിൽ സ്വർഗ സുഖം കാണുന്നു.
തിരുശരീര വാഴ്ചയിൽ ആ ശരീരപ്രകാരം വാർദ്ധക്യത്തിലെത്തിയ ആ ശരീരത്തിൽ ജഗദീശ്വരൻ തീരുമാനിച്ചു പ്രവേശനം ചെയ്തിരുന്നു കൊണ്ട് അതും മഹാകാരുണ്യം തന്നെയാണ്. ഏറ്റവും വലിയ കാരുണ്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ മഹാകാരുണ്യമാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു. ഒരു വാർദ്ധക്യമേറിയ ശരീരത്തിലേക്ക് താൻ പ്രവേശിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിച്ചാൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് തനിക്കറിയാം. ഈ ശക്തിയെ വഹിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തനിക്കറിയാം. കേടുപാടുകൾ തീർത്ത് ആത്മരക്ഷ ചെയ്യുമ്പോൾ എന്തെല്ലാം വഹിക്കേണ്ടി വരുമെന്നും തനിക്കറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് 12 സംവത്സരക്കാലം ആ ധീരനായ തിരുവുടലിൽ ഇരുന്ന സമയത്ത് ആ കീർത്തിച്ച കീർത്തനത്തിന്റെ വരികളാണ് ഇപ്പോൾ ഞാൻ കീർത്തിച്ചത്. ബാധിക്കാതെ വാഴുന്നു സംഘാംഗങ്ങളായി ജീവിതം ചെയ്യുന്നത്. ആ കാരുണ്യമൂർത്തിയാണ് നമ്മൾ സേവിക്കുന്നത്. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്ന കീർത്തനങ്ങളാണ് നമ്മൾ കീർത്തിക്കുന്നത്. ആ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച നിയമങ്ങളാണ് നമ്മൾ പാലിക്കുന്നത്. അനേകം യുഗങ്ങളായി കലിയുഗത്തിന്റെ അന്ത്യത്തിൽ കന്യയായി അവതാരം ചെയ്യുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ തന്റെ ഉൾക്കാമ്പിൽ കരുതി സൂക്ഷിച്ച് ഈ കലിയുഗത്തിൽ അവതാരമായി വന്ന് ആ തിരുഹൃദയത്തിൽ നിന്ന് അതിനെ തുറന്ന് ആത്മലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കരുതി ആത്മാക്കൾക്ക് ദുഃഖം കൂടാതെ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാതെ അതിന്റെ പൂർണ്ണമായ
വന്ന് നാമങ്ങൾ ദാനം ചെയ്തു, നിയമങ്ങൾ ദാനം ചെയ്തു, ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഊതിഭവിപ്പിച്ചു. മർത്യജന്മങ്ങളെ ബ്രഹ്മരൂപമാക്കി തീർക്കുവാൻ ഗ്രഹിക്കുക, ആനന്ദിക്കുക. ആത്മാവ് പരമാത്മരൂപത്തോട് ചേരട്ടെ. അപ്രകാരം ആത്മലോകത്തെ പരമാനന്ദമാക്കി തീർക്കുവാൻ ആ തിരുഹൃദയം തുറന്ന് ദാനം ചെയ്ത, തിരിച്ചു വന്നെഴുന്നള്ളി ദാനം ചെയ്ത ആ ഉന്നതമായ നിയമമാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 12 വെള്ളിയാഴ്ച മുതൽ അതിന്റെ സമാപന ചടങ്ങുകൾ ഇതാ അടുത്തു വരികയാണ്. ഇപ്പോൾ ഒരു മഹാമാരി വന്ന് ലോകത്തിൽ പിടിപെട്ടിരിക്കുന്നു. ലോക നിയമങ്ങൾ വളരെ കർശനമായി നിൽക്കുന്നു. എന്നാൽ വളരെ ലളിതമായി ജനങ്ങളുടെ തിക്കും തിരക്കും ഒഴിവാക്കി 9 ദിവസങ്ങളിലായി പ്രത്യേക ക്രമീകരണങ്ങളോടുകൂടി ലോക നിയമങ്ങളൊന്നും ലംഘിക്കാതെ എന്നാൽ ആത്മനാഥന്റെ നിയമത്തെ പാലിച്ചുകൊണ്ട് മുടക്കരുത് എന്ന ശബ്ദത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ തീരുമാനം എടുത്തിരിക്കുന്നു. ഉന്നതമായ നിലയിൽ നമ്മുടെ തീർത്ഥാടനം സന്താനങ്ങൾ അണിയണിയായി നിരനിരയായി തിരുനാമ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇരുപിടിക്കെട്ടുകൾ ശിരസിലെത്തിക്കൊണ്ട് ഈ തിരുസന്നിധാനത്തിലെത്തി ആനന്ദ തീർത്ഥമാടി പോകുവാൻ, മഹാനന്ദ തീർത്ഥമാടി പോകുവാൻ, ഉന്നതമായ തീർത്ഥാടനം നടത്തുവാൻ ഉന്നതനാകുന്ന ഈശ്വരൻ എല്ലാവരിക്കും തരട്ടെ. ഈ ലോകത്തെ ഒരുക്കട്ടെ, ദേവീ ദേവന്മാർ ഒരുങ്ങട്ടെ, ഭൂതപരിവാരങ്ങൾ ഒരുങ്ങട്ടെ, ഭക്തലോകം ഒരുങ്ങട്ടെ, ഭക്ത
രക്ഷയ്ക്കുള്ള വഴിയാണ്. ആ പാപകർമ്മങ്ങളിൽ നിന്ന് ആത്മലോകത്തെ വിടുതൽ ചെയ്യാനുള്ളതാണ്. പാപകർമ്മങ്ങളിൽ നിന്ന് ആത്മലോകത്തെ വിടുതൽ ആ ചെയ്യുവാനുള്ളതാണ്. ശാപത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പാപത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം ആ വ്രതം അനുഷ്ഠിക്കണം. കൃത്യമായും സത്യമായും ഭക്തിയോടുകൂടി ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളിലുള്ള പാപശാപങ്ങളെ ഒഴിച്ച് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. അതുപോലെ തന്നെ ത്യാഗപരിപൂർണനാകുന്ന ഗുരുവിന്റെ തിരുവാഴ്ച, ആ ത്യാഗകർമ്മങ്ങൾ എന്നും ലോകത്തിൽ കാണുവാൻ, എന്നും ലോകർക്ക് അറിയുവാൻ ഒരു മഹാഗോപുരം ഇതാ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും വേഗം പണിപൂർത്തീകരിച്ച് കാണുവാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും തരട്ടെ, എല്ലാം നടത്തി തരട്ടെ, എല്ലാവരെയും രക്ഷിക്കട്ടെ. സർവ്വനേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു, സർവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഓരോരുത്തരായി പുതിയതായി വരുന്നവരെയും പഴയതായി ഇവിടെ നിലനിൽക്കുന്നവരെയും അന്തേവാസികളെയും സന്യാസ പരമ്പരകളെയും ശാഖാ സന്നിധാനങ്ങളിൽ കഴിയുന്നവരെയും വിദേശങ്ങളിൽ ആഗ്രഹിച്ചും ആർത്തിയോടെയും ജീവിക്കുന്നവരെയും സ്വദേശത്ത് കഴിയുന്നവരെയും എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.